വർണ്ണിക്കാൻ സാധിക്കാത്തതാണ് നർമ്മവും ചിരിയും നൽകുന്ന സന്തോഷം. സന്തോഷം നൽകുന്ന മനസ്സോക്യം അതും ഏറെ വിലപ്പെട്ടതാണ്. നർമ്മം പങ്കുവെച്ചുകൊണ്ട് സന്തോഷം പകരുന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോയുടെ ബാക്ക് ബോൺ നമ്മുടെ രമേശ് ഏട്ടനാണ്. വെൽക്കം രമേശ് പിഷാരടി ഓൺ ടു ദി സ്റ്റേജ്. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ ചിരി യാത്രയിൽ നമുക്ക് ഇനി അധികം സംസാരങ്ങളില്ല, തമാശകൾ മാത്രമേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുള്ളൂ. ഒരുപക്ഷെ തമാശകൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ നമ്മുടെ എപ്പിസോഡുകളിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതും കാണുന്നതും കേൾക്കുന്നതുമായ നർമ്മങ്ങൾ പറഞ്ഞ പ്രതിഭകളിൽ ഒരാളാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലധികമായി മലയാളികളുടെ ചിരിയുടെ പര്യായമായി മാറി നിൽക്കുന്ന ആ മികച്ച അഭിനേതാവ്. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ, നമ്മളെ ചിരിപ്പിക്കാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഇന്നസെന്റ് ഏട്ടൻ. നമ്മുടെ ഫസ്റ്റ് സീസണിന്റെ തുടക്കം ഇന്നസെന്റ് ഏട്ടനായിരുന്നു. തുടർന്ന് നമ്മുടെ സെക്കൻഡ് സീസണിലെ ക്രിസ്മസ് എപ്പിസോഡിൽ ഇന്നസെന്റ് ഏട്ടൻ വന്നു. ഇന്ന് വീണ്ടും 3ാം തവണയും. കാരണം ഞങ്ങൾക്ക് അത്ര ഇവിടെ ഒരു വട്ടം കൂടിയിരുന്ന തമാശ പറയുന്ന പരിപാടിയായിരിക്കും. ഇത്രയധികം ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് നമുക്ക് വളരെ കുറച്ച് പേരെ മലയാളത്തിൽ നിന്ന് കിട്ടാനുള്ളൂ. ഈ 3ാം വരവില് എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ പല ചാനലുകളിലും പോവാറുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ ഓഡിയൻസ് ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ആളുകളാണ്, സ്ഥിരമായിട്ടുള്ള ആളുകളല്ല എന്ന് നമുക്ക് തോന്നുന്നു. തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെയാണ് അല്ലേ? അതെ. അതുപോലെ ഒരു പ്രധാന കാര്യം, നമ്മളിവിടെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ അല്ല, അതായത് മിമിക്രിയിലും അതുപോലെ തന്നെ നാടകത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും അതിലേറ്റവും വലിയ മിടുക്കന്മാരെ അല്ല നമ്മളിവിടെ കൊണ്ടുവന്ന് ചെയ്തത്. മിടുക്കരാവാനുള്ള ആളുകളെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഈ അവസരം നമ്മൾ തുടങ്ങിയത് വളരെ നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. വൺസ് അപ്പോൺ എ ടൈം, അതിന് ഞാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നമ്മൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ബ്രേക്ക് ടൈമുകളിലൊക്കെ ഇന്നസെന്റിന്റെ കൂടെ ഇരിക്കുന്നതും ഇന്നസെന്റിന്റെ കഥകൾ കേൾക്കുന്നതും എല്ലാം ഞങ്ങൾക്ക് എല്ലാം വലിയൊരു അനുഗ്രഹമാണ്, വലിയ സന്തോഷമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചില നോട്ടങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പൊ പടമൊന്നും ഇല്ല അല്ലേ? ഇല്ലെങ്കിൽ എന്താ, പടമൊന്നും ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി എടുക്കൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇയാൾ പോകുമ്പോഴൊക്കെ നേരത്തെ കണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറയണ്ട, മനസ്സിലായില്ല? അതൊക്കെ ഒരു സങ്കടം. ഇതൊക്കെ ഇന്നസെന്റിനെ വെറുതെ പറയുന്നത്. എന്ത് പാടുപെട്ടിട്ടാന്നറിയാം ഇന്നസെന്റിനെ കൊണ്ടുവരുന്നത്. ഇത്രയും തിരക്കുള്ള ഒരു നടൻ വേറെ ഇല്ല ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിലും. ഇന്നസെന്റിനെ ഉണ്ട്. എപ്പോ വിളിച്ചാലും വളരെ പാട്ടുപാട്ട് ഷൂട്ടിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇന്നസെന്റിനെ ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ പറയും. ആ, ഓക്കെ. അപ്പൊ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ടൈം വേർഷൻ 2.0 ഹാസ്യവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കനകരാജൻ ഫ്രം കാസർഗോഡ്. ആദ്യം ഞാൻ ഈ കനകരാജ് എന്ന പേര് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചു വീണ്ടും വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലേക്ക് ഒരു ഫീമെയിൽ കൊമേഡിയൻ വരാൻ പോകുന്നത്. പക്ഷെ കനകരാജൻ അല്ലേ? ഓക്കെ. കാസർഗോഡ് നിന്നാണ് എത്തിയിരിക്കുന്നത്. ഈ പണ്ട് നമ്മൾ സ്കിറ്റിനൊരു വിറ്റുണ്ടായിരുന്നു. എന്താ പേര്? കനകന. കനകനയോ? കനകനയല്ല, കനകന. കനകന എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു പേരും പറയുന്നൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് പേർക്ക് കനകരാജ് എന്നൊക്കെ ഉള്ള പേരുള്ള തമിഴ് പേരാണ് ശരിക്കും, അല്ലേ? ഈ പേര് ഇട്ടത് എന്താന്നുള്ളത് വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു? കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിൽ പുങ്ങഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ പണ്ട് കാലത്ത് സ്കൂളിൽ അധ്യാപികയായി വന്ന് കോട്ടയത്തുള്ള ഒരു ശോശാമ്മ ടീച്ചറാണ്. അപ്പൊ ഈ ശോശാമ്മ ടീച്ചർ ഞാൻ ജനിച്ച് വീണപ്പം നല്ല തിളക്കമൊക്കെ കണ്ടപ്പം ഈ കുട്ടിക്ക് കനകരാജ് എന്ന് പേരിടാന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടു. ഓ, കലക്കി ഉഗ്രനായിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം. അപ്പൊ എന്തായാലും കനകേട്ടൻ തകർക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഇല്ല. കാരണം വന്നപ്പോ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ശോശാമ്മ ടീച്ചർ ഇപ്പൊ ഉണ്ടോ? അല്ല, എനിക്ക് അവരൊന്ന് കാണാൻ വേണ്ടിട്ടാ. വേണ്ടേ? വേണം. 47 വയസ്സായി. അതെ, ഞാൻ വേറെ എന്തുകൊണ്ടല്ല, ഇയാൾക്ക് കനകരാജ് എന്ന് ഇട്ടപ്പോ എനിക്കൊരു സന്തോഷം തോന്നിയോണ്ട് കാണണം തോന്നിയതാണ്. എന്നെ കണ്ടാൽ എന്താ അവര് ഇടുക. അപ്പൊ എന്തായാലും
തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. വി വെയിറ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കനകരാജൻ. ഞാൻ കാസർഗോഡ് വെള്ളരിക്കുണ്ടിനടുത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ബന്ധങ്ങൾ അന്വേഷിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗ്രൂമിങ്ങിന് നിന്ന സമയത്താണ് രതീഷേട്ടൻ പറഞ്ഞത് രമേഷ് പിഷാരടിയും കനകരാജനും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ളത്. അത് ശരിയാണ്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. കാരണം കേരളത്തിൽ രമേഷ് പിഷാരടി എന്നുള്ള പേര് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഈ കനകരാജൻ എന്നുള്ള പേര് ഞാൻ മൂന്നാമതൊരാൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റൊന്ന് ഇവിടെ പറഞ്ഞു തന്നെയാണ്. കനകരാജന്റെ പേരിനൊരു തമാശയുണ്ട്. അതിവിടെ രമേശോട് പറഞ്ഞു. ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരാ കനകനാ, ആരാ കനകനാ, കനകനാ, എടാ കണകുണാന്ന് പറയാതെ പേര് പറയിടോ. നിങ്ങൾക്കറിയാം ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ SMS, ചാറ്റ്, മൊബൈല്, ഫോൺ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും. പക്ഷെ പഴയ കാലത്ത് ഒരു 10-25 വർഷം മുമ്പ് ഇന്നസെന്റ് ഏട്ടനെല്ലാം അറിയാം, അന്നും ഇതുപോലെ ഒരു മാധ്യമം ഉണ്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തുള്ള ആളും കാസർഗോഡുള്ള ആളും തമ്മിൽ ബന്ധപ്പെടുവാനും പരിചയപ്പെടാനും ഒരു മാധ്യമം അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അത് പെൻ ഫ്രണ്ട് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീക്കിലിയിലും പത്രത്തിലും ഒക്കെ ഒരു കോളത്തിൽ കാണാം ഈ പെൻ ഫ്രണ്ട് സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കും. ആ പേര് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ എൻ്റെ പേര് കൊടുക്കും. ഇപ്പം കനകരാജൻ എന്നും പറഞ്ഞ് എൻ്റെ വീട്ടുപേര് കാണുമ്പോൾ ഈ വീക്കിലിക്കാരന് സാധാരണ ഈ സ്ത്രീകളുടെ പേര് കിട്ടാറില്ല. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ കനകരാജൻ എന്ന് പറഞ്ഞ് എൻ്റെ അഡ്രസ്സ് കൊടുക്കും. ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകലമാന പേരും ഈ കനകരാജന് കത്തയക്കും. അതിൽ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്തുള്ളൊരു അപ്പൂപ്പൻ, ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. പ്രിയപ്പെട്ട കനക, നിങ്ങൾ ഈ സൗഹൃദം ഇഷ്ടപ്പെടുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്കും സൗഹൃദം ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കത്താണ്. അപ്പൊ ഈ കത്ത് കിട്ടിയപ്പം എനിക്കൊരു തമാശ തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു. ഞാൻ അയച്ചത് ഇങ്ങനെയാണ്: എനിക്ക് 18 വയസ്സാണ്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റ് ഓഫീസ് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് സ്റ്റാമ്പ് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഈ സംശയങ്ങളൊക്കെ ആരോട് ചോദിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ട് കനകരാജൻ അയച്ചു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു കെട്ടില്ലെങ്കിലും കുറച്ച് സ്റ്റാമ്പും. നമ്മളെ തിരുവനന്തപുരക്കാരൻ്റെ 100 ഉറുപ്പ്യ ഡിം. ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു സ്ത്രീ എൻ്റെ മൊബൈലിൽ ചാർജ് കുറവാണ്, ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റീചാർജ് ചെയ്യും. നമ്മളെ ഭാര്യയോ അമ്മയോ ഒന്ന് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയാതെ റീചാർജ് ചെയ്ത് കൊടുക്കില്ല. ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പേര് കൊണ്ട് അന്തകാലത്ത് 10-25 വർഷം മുമ്പ് ഞാൻ ഈ ഒരു സംവിധാനം ചെയ്തിരുന്നു എന്നുള്ളതാണ്. എൻ്റെ നാടായ പുങ്ങഞ്ചാലിൽ 2 കനകരാജന്മാരുണ്ട്. ഞങ്ങൾ 2 പേര് സമപ്രായക്കാരാണ്. അവനൊന്ന് KPSCയിൽ കയറി ഇറങ്ങിയതുകൊണ്ട് KPSC കനകരാജൻ ഇപ്പം അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ 2 കനകരാജന്മാർ ഒരേ നാട്ടിലുണ്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹത്തിനെ അന്വേഷിച്ച് വരുന്നവർ എൻ്റെ വീട്ടിലും, എന്നെ അന്വേഷിച്ച് വരുന്നവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോകും. ഒരു പ്രാവശ്യം ഇവനൊരു സംഘടനാ നേതാവാണ്. സ്കൂളിൽ പോയിട്ട് ഒരു നേതാവിനിട്ട് നല്ല വീക്ക് ഒരു സംശയം ഉണ്ടായില്ല. അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് അതിൻ്റെ മറുപടി കിട്ടി എനിക്ക്. ഞാൻ ഈ പ്രേമം സിനിമയിലത്തെ പോലെ നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ് അവസാനം തല്ലും വാങ്ങിച്ചിട്ട് അയ്യോ എന്നാ ആള് മാറിപ്പോയെങ്കിൽ സോറി എന്നും പറഞ്ഞ് ഇവൻ പോയി. തീർന്നില്ല, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മണി ഓർഡർ കൃത്യം ആ കനകരാജന്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വാങ്ങിച്ചു. തല്ല് വാങ്ങാൻ പറ്റുമെങ്കിൽ പണവും എനിക്ക് വാങ്ങിക്കൂടെ? ഈ കനകരാജൻ കല്യാണം കഴിച്ചു ആദ്യം. പിന്നെ ഒരാഴ്ച കാലം എനിക്ക് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. കാരണം എടാ കനക, നീ കല്യാണം വിളിക്കാഞ്ഞത് വളരെ മോശമായി പോയി. എടാ കനക, സന്തോഷം, അഭിനന്ദനങ്ങൾ. അതിൽ വേറൊരു വിധം പറഞ്ഞതാണ് അതിനേക്കാളും രസം. കനക, അധികം വൈകാൻ പാടില്ല. 1 വർഷത്തിനുള്ളിൽ ആ സന്തോഷ വാർത്ത കേൾക്കണം. ഞാൻ വെച്ചാൽ എന്ത് സന്തോഷ വാർത്ത? എടാ ഒരു കുട്ടി. എന്ത് കുട്ടി? എടാ ഇപ്പൊ അധികം താമസിക്കാനൊന്നും പാടില്ല. കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവൂല. എനക്കൊരു പിടുത്തം കിട്ടുന്നു. ഞാൻ ചോദിച്ചാൽ നീ എന്താ പറയുന്നത്? എടാ പൊട്ട, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലത്തിനുള്ളിൽ കുട്ടി ഉണ്ടാവണം. ഞാൻ പറഞ്ഞ ആര് കല്യാണം കഴിച്ചത്? ഈ കല്യാണം കഴിക്കാത്ത എനക്കെങ്ങനെ കുട്ടി ഉണ്ടാവില്ല? ഇതാണ് സംഭവം. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വള്ളരിക്കുണ്ടിന്ന് കാഞ്ഞങ്ങാടേക്ക് ബസ്സിന് യാത്ര ചെയ്യുന്നു. ഏതായാലും ഞാൻ സീറ്റിലിരിക്കുന്നു. തൊട്ടടുത്ത സീറ്റിൽ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു പെൺകുട്ടി വന്നിരുന്നു. കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കൊരു സന്തോഷം. അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്താണ് ഞങ്ങളെ നാട്ടുകാരനടുത്ത് ഇടക്ക് നിന്ന് കയറിയത്. ഈ മൂപ്പറ് എന്നെ പരിചയമുള്ള ആളാണ്. ഒരു നോട്ടാന്ന്. എന്നിട്ട് ഒറ്റ ചോദ്യം, എങ്ങോട്ടാന്ന്? ഞാൻ പറഞ്ഞു കാഞ്ഞങ്ങാടേക്ക്. പോണം, ഇപ്പൊ കാഞ്ഞങ്ങാട് പോകണം, സിനിമ കാണണം, കൂൾ ബാറിൽ കയറണം, ഭക്ഷണം കഴിക്കണം, ഇതിന്റെ എല്ലാം സമയമാണ് ഇപ്പൊ. രണ്ടാമത് ഈ പെൺകുട്ടിയോട് പേരെന്താന്ന്? അവള് നല്ല ഗൗരവത്തിലിരിക്കുകയായിരുന്നു. അല്ല പേരെന്താണ്? അവള് പിന്നെയും ഗൗരവം. അപ്പൊ എന്നോട്, അല്ല കനക, ഈ കുഞ്ഞിന്റെ ഒന്നും മിണ്ടാത്തത് ഭയങ്കര ഗൗരവത്തിലാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടാ, ഇതെന്റെ ഭാര്യ ഒന്നുമില്ല, ഏതോ പെൺകുട്ടി. അപ്പൊ നിന്റെ അല്ല കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞത്. ഇതാണ് അവസ്ഥ. ഒരു പ്രാവശ്യം
എൻ്റെ ആദ്യത്തെ യാത്ര, അപ്പൊ ഞാൻ യാത്രയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എറണാകുളത്തേക്കായിരുന്നു. ഈ എയർമാൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പൊ ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റക്കാണ് പോകുന്നത്, ഒരാളെ കൂട്ടിയിട്ടൊന്നുമില്ല. ആ കാലഘട്ടമാണ്, അത്രയും വർഷം മുമ്പാണ്. ഓരോ പേടിച്ച് പറിച്ച് എറണാകുളത്തെത്തി ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് ഈ എയർമാൻ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമല്ല നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. കാരണം പിറ്റേ ദിവസം രാവിലെ പോകണ്ടേ, എല്ലാം റെഡിയായി, എല്ലാം പക്ക പെർഫെക്റ്റ്. ഇനി രാവിലെ പോയാൽ മതി. അപ്പൊ എനിക്ക് വൈകുന്നേരം തോന്നി എന്നാ ഒരു സിനിമയൊക്കെ കണ്ടേക്കാന്ന്. അങ്ങനെ ഒരാളോട് എവിടെ തിയേറ്റർ ഉള്ളത്, സ്ട്രെയിറ്റ് പോയി റൈറ്റ് പോയാൽ മേനക തിയേറ്റർ. ഓ സന്തോഷം. അങ്ങനെ മേനക തിയേറ്ററിൽ പോയി. അന്നത്തെ സിനിമ വിയറ്റ്നാം കോളനി. ഈ സിനിമ കണ്ടിട്ട് അങ്ങ് ഇറങ്ങിയപ്പോ ഇന്നസെന്റ് ഏട്ടന്റെയും മോഹൻലാലിന്റെയും ഒക്കെ ആ തമാശയൊക്കെ കണ്ട് നമ്മളെ മനസ്സിലെ നല്ല ക്ലീൻ ആയിട്ട് എന്ത് സന്തോഷം. ആ സന്തോഷത്തിൽ സിനിമയും കണ്ടങ്ങ് ഇറങ്ങിയപ്പോഴാണ് ഏറ്റവും വലിയൊരു സങ്കടം ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പോകേണ്ട വഴി പിടുത്തം കിട്ടുന്നില്ല. ഈ ഹോട്ടലിന്റെ റൂം ഇട്ട് ഓർമ്മയും, ഹോട്ടലിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല, വഴിയും പിടുത്തം കിട്ടുന്നില്ല. ആകെപ്പാടെ എന്റെ മനസ്സിലുള്ളത് അതിന്റെ തൊട്ടടുത്തുള്ള 1-2 കെട്ടിടങ്ങൾ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഭൂമിശാസ്ത്രവും കണക്കും പ്രയോഗിച്ചുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് തിയേറ്ററിലേക്ക് വന്ന ഏകദേശ ദൂരം കണക്ക് കൂട്ടിയിട്ട് ഞാൻ ആദ്യം ഒരു വഴിയിലേക്കൂടെ നടന്നു, എല്ലാം നോക്കി, അതുപോലെ തന്നെ നോക്കി, ഒരു രക്ഷയില്ല, തിരിച്ചു വന്നു. തിയേറ്റർ എടുക്കുന്ന അടുത്ത വഴിയിലേക്കൂടെ പോയി, എല്ലാ ഭാഗത്തും നോക്കി, ഒരു രക്ഷയില്ല, തിരിച്ചു വന്നു. 3ാമത്തെ വഴി പോകുമ്പോഴത്തേക്കും പരിചയമുള്ള കെട്ടിടങ്ങളൊന്നും കാണുന്നിട്ട് ആ കറക്റ്റ് എൻ്റെ ഹോട്ടലിലെത്തി. ഈശി താക്കോലെടുത്ത് നോക്കിയപ്പോൾ ഹോട്ടൽ വൃന്ദാവൻ. ഇത് ആദ്യം നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു തലവേദന ഉണ്ടാവുമായിരുന്നു. ഈ യാത്ര പറയുന്ന സമയത്താണ് മറ്റൊരു യാത്ര എനിക്ക് ഓർമ്മ വരുന്നത്. അതൊരു തീർത്ഥയാത്രയാണ്. ഇപ്പോൾ സ്ത്രീകളെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ. സ്ത്രീകളില്ലെങ്കിൽ പുരുഷന്മാരെ പങ്കെടുപ്പിക്കും. ഒരുപാട് സ്ത്രീകൾ പേര് കൊടുത്തു, ഞാനും പേര് കൊടുത്തു. കാരണം സ്ത്രീകൾ കുറവാണെങ്കിൽ പുരുഷന്മാരെ പങ്കെടുപ്പിക്കുമല്ലോ. എന്തായാലും എനിക്ക് സീറ്റ് കിട്ടി. 35 സ്ത്രീകളും 5 പുരുഷന്മാരുമാണ് ഉള്ളത്. നോക്കുമ്പോൾ 6 പുരുഷന്മാരും 35 സ്ത്രീകളും. അപ്പൊ ഈ ഒരു സ്ത്രീ കണക്കൂട്ടിയ കനകരാജൻ, ഉഷാരാജൻ, വത്സലാരാജൻ എന്നൊക്കെ പറയുന്നവരെ കനകരാജൻ എന്ന് പറഞ്ഞ് എന്നെ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോ കനകരാജൻ ചേട്ടന്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു. രമേശ് ചേട്ടാ, ഇന്നസെന്റ് സർ, എനിക്ക് പുള്ളിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ഒരു കാര്യം തോന്നിയായിരുന്നു. കനകരാജൻ ചേട്ടനും ഇന്നസെന്റ് സാറും തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. എന്താന്ന് വെച്ചാല് പുള്ളിയുടെ പെർഫോമൻസിൽ ഒരു ഇന്നസെൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ശരിയാണോ? അത് ഭയങ്കര കണ്ടുപിടുത്തമാണ് കേട്ടോ. അതൊക്കെ ശരിയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ഉരുകയായിരുന്നു. എന്തുപറ്റി? വേറൊന്നല്ല, ഇയാള് പറഞ്ഞില്ലേ റീചാർജ് ചെയ്യാനായിട്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും നമ്മൾ സമ്മതിക്കാണ്ട് വേറെ ആൾക്ക് കൊടുക്കും. അത് എന്നെ പറഞ്ഞതാ, എന്നെ പറഞ്ഞത് ഇയാള് മനസ്സിലായില്ലേ? നിനക്കും ആ വിഷമമുണ്ട് അല്ലേ? കനകരാജേട്ടാ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ കാസർഗോഡുകാരാണ് ഞങ്ങള്, ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ ബന്ധെടുക്കുക എന്ന് പറയുന്നൊരു സ്ഥലം തന്നെ ഉണ്ട് കാസർഗോഡ്. അവർ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നാടായതുകൊണ്ട്. പിന്നെയും നിങ്ങൾ ഒരുപാട് തൂലിക സൗഹൃദം ഒന്ന് ഓർമ്മിപ്പിച്ചു. ഒരു കാലത്തെ വലിയ പരിപാടിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണാതെ കത്തയക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലവ് ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ശ്യാമള എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഞാൻ എഴുതി ഒരു ലെറ്റർ കൊടുത്തു. എന്നിട്ട് ആ കുട്ടി തിരിച്ചൊരു കത്ത് എഴുതി, ആദ്യ അക്ഷരം മര്യാദയ്ക്ക് പഠിക്കുക. ഞാൻ അത് കാരണം ആ പരിപാടിയില്ല മക്കളെ, എനിക്ക് ഇഷ്ടമല്ല അത് കാരണം. തൂലിക സൗഹൃദം ഓർമ്മിപ്പിച്ച പോലെ ഒരു വിധത്തിൽപ്പെട്ട ആണുങ്ങൾക്കെല്ലാം, ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വലിയ ഓർമ്മയുള്ളൊരു കാര്യമാണ് ഈ എയർമാൻ ടെസ്റ്റിന് പോകുക എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എയർമാൻ ടെസ്റ്റിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മതി. ഇപ്പൊ അത് കൂടിയോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയർമാൻ ടെസ്റ്റിന് പോയിട്ടുണ്ട്. ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്യാതെ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10-60 പേര് ഷഡ്ഡിട്ട് നിൽക്കണം കുറെ നേരം. നിന്നിട്ടല്ലേ അറിയാം ഓ എന്നൊക്കെ പറയണ കേട്ട് നിൽക്കണം, ഷഡ്ഡിട്ട് നിൽക്കണം. എയർമാൻ ടെസ്റ്റിന് പോയാൽ ഷഡ്ഡിട്ട് നിൽക്കണം. അപ്പൊ ഒരു ഗ്രൗണ്ടിൽ ഷഡ്ഡിട്ട് നിർത്തിയിട്ട് പിന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവരെന്തൊക്കെയോ കുറെ പറയും. അപ്പൊ ഞങ്ങളൊരു മണൽ വിരിച്ച് അവരുടെ ഒരു പട്ടാളക്കാരുടെ പോലത്തെ ഒരു ഗ്രൗണ്ടിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ കുറെ പേര് വിധത്തിനും തരത്തിലുള്ള ഷഡ്ഡികളും ഇട്ട് പലതരത്തിൽ ഞങ്ങൾ 10-60 പേര് നിൽപ്പുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ലെ ഞാൻ ഉള്ളതിൽ ഏറ്റവും നല്ല ഷഡ്ഡി ഇട്ടുണ്ട് പോയനെ. ഇത് എന്റെ ഷഡ്ഡി അത്ര വിജയമല്ലായിരുന്നു അന്ന്. അപ്പോ എന്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ അവിടെ തൊട്ടിത്തിരി ദൂരെയായിട്ട് ഒരു കശുമാവ് കിടപ്പുണ്ട്. കശുമാവ് വളർന്നു നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ആരൊക്കെയോ കശുമാങ്ങയൊക്കെ പറിച്ച് നിന്നിട്ട് ഒരു കശുമാങ്ങ നിലത്ത് കിടപ്പുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിൽ ഒരുത്തൻ കറക്റ്റ് ആ കശുമാങ്ങ കയറി ഇരുന്നിട്ട് അവന്റെ ഷഡ്ഡി മുഴുവൻ നനയുകയും ചെയ്തു. കശുമാങ്ങയാണ് പിങ്ങുകയും ചെയ്തിട്ട് എനിക്ക് ഇത് കണ്ട് ചിരി സഹിക്കാൻ പറ്റാണ്ട് ഞാൻ പൊട്ടി ചിരിക്കുന്ന കണ്ടിട്ട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് സ്റ്റാൻഡ് അപ്പ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഏത് പീരീഡ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ടീച്ചർ വരും. ആ ടീച്ചർ വരുമ്പോൾ ഞാൻ പുറത്തായിരിക്കും. കാരണം അതിലത്തെ മുമ്പത്തെ മാഷ് എന്നെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വരാന്തയിൽ ഞാൻ നിൽക്കുന്നുണ്ടോ, അപ്പോൾ അടുത്ത് വരുന്ന ആ മാഷ് അല്ലെങ്കിൽ ടീച്ചർ അവർ എന്താ കുട്ടി ഇവിടെ നിൽക്കണേ, അല്ല മറ്റേ നാരായണൻകുട്ടി മാഷ് പുറത്താക്കിയതാ, അകത്തേക്ക് വരും. അകത്തേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇനി പുറത്ത് നിൽക്കണ്ടല്ലോ. വന്നതിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് കൊണ്ട് എവിടെ സീറ്റ് ഓക്കെ, ഓൾ സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ, ഓൾ സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ. ഇനി ഇന്നസെന്റ് സ്റ്റാൻഡ് അപ്പ്, പുറത്തേക്ക് പൊക്കോളൂ.
ഇവര് എന്തിനാണ് പുറത്ത് നിന്ന് എന്നെ അകത്തേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പോയി എൻ്റെ ആ ടീച്ചറുടെ അടുക്ക ഞാൻ ചോദിച്ചു, വയസ്സായി അവർക്കൊക്കെ 90 വയസ്സൊക്കെ ഉണ്ടാവും. ടീച്ചറെ എന്നെ പുറത്ത് നിന്ന് എന്നെ പിടിച്ച് അകത്തേക്ക് ആക്കിയില്ലേ, അതെന്താ അത്? എൻ്റെ ഇന്നസെൻ്റ്, നീ ഒന്നും മിണ്ടാതിരിക്കേ, അതൊക്കെ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയി. അതങ്ങനെ അധ്യാപകർക്കറിയാം ഇന്നസെൻ്റ് എന്ന് പറഞ്ഞവൻ നിസ്സാരക്കാരനല്ല, പഠിക്കാൻ മോശമായിരിക്കും, അതൊക്കെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഏത് മാഷ് ഓൾ സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ, ഓൾ സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ, ഇന്നസെന്റ് സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ബെഞ്ച്. കാരണം അയാൾ അങ്ങനെ താഴെ ഇരിക്കേണ്ട ആളല്ല. അദ്ദേഹം വേറിട്ട് നിന്നൊരു പ്രതിഭയായിരുന്നു. വേറെ പ്രതിഭ. ഞാൻ അതിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്. അതല്ലേ പാർലമെന്റിൽ പോയിട്ട് അവിടെ ഇത് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ കനകേട്ട വളരെ രസകരമായ പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0-ലെത്തുന്ന അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സുശീല ദേവി ഫ്രം കൊല്ലം. ചേച്ചി കൊല്ലത്തു നിന്നാണ് വരുന്നത്. പുനലൂര് ഉള്ള ഒരു അധ്യാപികയാണ്. ഇന്നത്തെ ഒരു കോയിൻസിഡൻസ് എന്താന്ന് വെച്ചാല്, ഇന്നസെന്റ് സാറിന് ഏറ്റവും അധികം ആത്മബന്ധമുള്ള, ബഹുമാനമുള്ള, സ്നേഹമുള്ള, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല എന്താ പറയാ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ, അങ്ങനെയല്ലേ ഇന്നസെന്റ് സാർ? അപ്പൊ ഇന്ന് നമ്മുടെ വേദിയിൽ ഒരു ഞാൻ അങ്ങോട്ട് എന്താ പറഞ്ഞേ, ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അനുഭവം സമ്മാനിച്ചത്. അതാ പറഞ്ഞത്, അല്ലാണ്ട് ഇവരല്ല. ഇത് ചേച്ചിയുടെ ടീച്ചറാണ്. അതെ. ഏത് വിഷയം പഠിപ്പിക്കുന്ന? ഞാൻ കൊമേഴ്സ് ആണ്. സ്വന്തമായിട്ട് ആദ്യമേ പാരലൽ കോളേജിൽ പഠിപ്പിച്ചു. പിന്നെ സ്വന്തമായിട്ട് പാരലൽ കോളേജ് ഇട്ട് നാട്ടുകാരുടെ കുട്ടികളെയൊക്കെ നല്ലോണം പ്രോത്തരാക്കി അവരെന്നെ അപ്പാടെ തേച്ചിട്ട് പോയി. എന്ന് പറഞ്ഞാൽ അപ്പാടെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ ഫീസ് തരത്തില്ല. ഫീസ് ചോദിച്ചാൽ ഇച്ചിരൂടെ കഴിഞ്ഞ് പിന്നെ അവരെ കാണത്തില്ല, അവരങ്ങ് വാനിഷായി പോകും. പിന്നെ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ നോക്കുമ്പോ അവന്മാരിൽ അപ്പുറത്തെ ട്യൂട്ടോറിയല് ഇരുന്ന് നമ്മളെ നോക്കി കോക്കുരുത്തുന്നതാണ്. അന്നേരം അതൊരു തേപ്പല്ലേ. നമ്മളെന്തോ ടീച്ചറെ, ഈ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുള്ളതിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്ന, നമ്മൾ ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചു പോകുന്നുണ്ടെങ്കിലും അവസാനം അത് കഴിഞ്ഞ് നമ്മൾ ഓർക്കുന്നത്, നന്നായി പഠിപ്പിച്ചവരെ ഓഫ്കോഴ്സ് ഓർക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ചില കാര്യങ്ങളെ കൃത്യമായിട്ട് നർമ്മത്തിലൂടെ അവതരിപ്പിച്ച് പറഞ്ഞു തരുന്ന ഒരുപാട് അധ്യാപകരെ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും കൃത്യമായിട്ട് ഓർക്കും. ടീച്ചർ അതുപോലൊരു അധ്യാപികയാണ്. നമുക്ക് 2 വർത്താനം കേട്ടപ്പോ തന്നെ മനസ്സിലായി. ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാനുണ്ടായ ചേതോവികാരം. പണ്ടൊക്കെ കോമഡി പറയുമായിരുന്നു, കുറച്ചു കാലത്തേക്ക് അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് വിവാഹ ജീവിതത്തിലേക്ക് കാലൂന്നുമ്പോൾ ചിലരുടെ കോമഡി എവിടോട്ടോ അങ്ങ് മാറിപ്പോകും. പിന്നെ അവർക്ക് പിന്നെ കോമഡി ഒന്നും കാണത്തില്ല. പിന്നെ ട്രാജഡി ആണെന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ഇത് കേൾക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വേറെയാട്ടോ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ പറയാൻ വേണ്ട. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ കുറിച്ച് പറയുന്നില്ല. കോമഡി ഇപ്പൊ എന്തായാലും വന്ന്. അപ്പൊ ചേച്ചി നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? റെഡിയല്ലേ? ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ഫണ്ട്സ് അപ്പോൺ ടൈമിൽ ഞാൻ പങ്കെടുക്കുന്നത് പറഞ്ഞാൽ, ചിരി എനിക്ക് ഇഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. പക്ഷെ ചിരിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോഴത്തേന് പിന്നെ ചിരിച്ചുകൊണ്ട് പോട്ടെ സാരമല്ല, ഇതൊക്കെ മനുഷ്യ സഹജമല്ലേ എന്ന് പറയുന്ന ആളുകളെ അതിലേറെ ഇഷ്ടമാണ്. പക്ഷെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലാകുന്നത് നമ്മൾ കുറഞ്ഞത് ഭൂമിയിൽ 40 കൊല്ലമെങ്കിലും ജീവിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ 40ാമത്തെ വയസ്സിലാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറപ്പന്മാരുണ്ടെന്ന്. പക്ഷെ ഞാൻ അതാ കഴുത്തറപ്പന്മാരെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്നും പറയാകത്തില്ല. അതുകൊണ്ട് അതിനെയൊക്കെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കോമഡി തുടങ്ങുന്നത്. അപ്പം നമ്മൾ കോമഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കാശ് കൊടുത്ത് വണ്ടിയും വിളിച്ച് നമ്മൾ കടയിലൊന്നും പോയി കോമഡി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ, അതായത് ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, അതിലേക്ക് എത്തി നോക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൽ നിന്ന് നമ്മൾ തപ്പിപ്പറക്കി എടുത്തൊരു മുട്ട പോലാണ്ട് പൊട്ടിച്ചെടുത്താൽ മതി, എന്തെങ്കിലുമൊക്കെ കാണും. അത് നമ്മൾ അങ്ങോട്ട് പറയണം. അങ്ങനെ എൻ്റെ ജീവിതത്തിലും ഒത്തിരി കോമഡി ഉണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു തല്ലുകൊള്ളിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കോമഡി എങ്ങനെ ഉണ്ടായെന്ന് പറയാം. ഞങ്ങളുടെ ഫാമിലിയിൽ അമ്മയ്ക്ക് 12 മക്കളായിരുന്നു. ഈ 12 7ാമത്തെ സന്താനമാണ് ഞാൻ. ഈ 7ാമത്തെ സന്താനത്തിനെ ഇപ്പം നമ്മുടെ കേരള സ്റ്റേറ്റിലൊക്കെ നമ്മൾ സർവേ നടത്തി 7ാമത്തെ പെൺകുട്ടി ഉണ്ടോ നോക്കണം. 7ാമത്തെ പെൺകുട്ടി ഉണ്ടോ നോക്കിയാൽ ഇല്ല, കാണത്തില്ല. പക്ഷെ ഞാൻ 7ാമത്തെ സന്തതി, 7ാമത്തെ പെൺകുട്ടിയാണ്.
ഏഴാമത്തെ പെൺകുടി ആയതുകൊണ്ട് മാത്രം എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ അമ്മൂമ്മ പറയും, നീ ഒരു ദുർഗാദേവിയാണ് കേട്ടോ. നീ അതായത് പണ്ട് കംസന്റെ കയ്യിൽ നിന്നും ഏഴാമത്തെ ഒരു പെൺകുട്ടി വഴുതി പോയില്ലല്ലോ, ഭിത്തി ചെന്ന് നിന്നിട്ട് എന്താ പറഞ്ഞ, ദുഷ്ടനായ കംസ നിന്നെ വധിക്കാനായിട്ട് തോല്ല അവിടെ ആരാണ്ടൊക്കെ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലയോ. അതുകൊണ്ട് അന്നേ, അതായത് ജനിച്ചപ്പോഴേ മര്യാദ പഠിപ്പിക്കുക, എല്ലാവരെയും മര്യാദ പഠിപ്പിക്കുന്ന ഒരു ദുർഗാദേവിയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ വിജയിക്കും എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. അമ്മ ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഞങ്ങളെ 7 മക്കളെയും കൂടെ ഇങ്ങനെ ഇരുത്തി കഥ പറയാനിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, അങ്ങനെ കഥ പറഞ്ഞു വരുമ്പോഴത്തേന് ഇച്ചിരി പറയുമ്പോഴേ ബാക്കി 6 എണ്ണം ഇറങ്ങി ഓടിക്കളയും. അവസാനം ഞാൻ മാത്രം ബാക്കി. അന്നേരം അമ്മൂമ്മ പറയുന്നതാണ്, നീ നന്നായി വരും മോളെ, നീ മാത്രമേ നന്നായി വരുത്തുള്ളൂ. അന്നേരം ഞാൻ വിചാരിക്കും, എങ്ങനെ നന്നാവാനാ? വീട്ടിൽ ചെന്നാൽ അടി, സ്കൂളിൽ ചെന്നാൽ അതിന് അടിയോടടി, പിന്നെ ഞാൻ എങ്ങനെ നന്നാവും? വീട്ടിൽ ചെന്ന് അടികൊള്ളുന്ന കാരണം അത് വേറെയാണ്. അച്ഛന് ഒരു കുടി എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അച്ഛന് ജോലിയില്ലായിരുന്നു. അച്ഛൻ ഡീസൻറ്റ് പയ്യനായിരുന്നു. ആ ഡീസൻറ്റ് പയ്യനായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അച്ഛന് ജോലി കിട്ടി, KSEB ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഭയങ്കര അഹങ്കാരിയായി മാറി, ഭയങ്കര കുടിയായി. ഈ കുടി അത് നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കാത്ത കുടിയായതുകൊണ്ട് എനിക്കങ്ങ് പരമസങ്കടമായി. അന്നേരം ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞേ, അമ്മൂമ്മ വീട്ടിൽ ഭയങ്കര കേട്ടോ, ബഹളമൊന്നുമില്ല, പക്ഷേ ഈ കുടി എനിക്കിഷ്ടമല്ല. അന്നേരം അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മ അച്ഛൻ എപ്പോഴും ഇങ്ങനെ കുടിച്ചോണ്ട് വരും, എനിക്കതങ്ങോട്ട് സഹിക്കാനൊക്കുന്നില്ല. അന്നേരം അമ്മൂമ്മ ഇങ്ങനെ ആലോചിച്ചോണ്ട് പറഞ്ഞ്, പണ്ടേ അവൻ ആൾ ശരിയല്ലടി. പണ്ടേ ആൾ ശരിയല്ലെന്നോ? എൻ്റെ അച്ഛൻ പണ്ടേ ആൾ ശരിയല്ല എന്ന് സ്വന്തം അമ്മയാണ് പറയുന്നത്. അത് ശരി. അന്നേരം ആ ശരിയല്ലാത്ത ഈ മോനെ കൊണ്ടാണോ എത്രയോ തങ്കം പിടിച്ച എൻ്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ചത്? അമ്മൂമ്മ വിചാരിച്ച്, ഇവളെ പറഞ്ഞു ഇവക്ക് എന്തോ വിവരം വെച്ച്. അന്നേരം എന്നെ സോപ്പിടാൻ വേണ്ടി അമ്മൂമ്മ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ 7ാമത്തെ സന്താനമായ നല്ലൊരു പേരക്കുട്ടിയെ എനിക്ക് കിട്ടിയത്. ഞാനൊന്ന് നിന്നോടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ്റെ കുടി മാറാനായിട്ടുള്ള അഡ്വൈസൊക്കെ എനിക്ക് അമ്മൂമ്മ പറഞ്ഞു തരുമായിരുന്നു. അത് അമ്മൂമ്മ പറയുന്നതിനേക്കാളും എനിക്ക് പണ്ട് ഉള്ള മാധ്യമം എന്ന് പറയുന്ന റേഡിയോ ആയിരുന്നു. അന്നേരം അതിനകത്തൊരു മദ്യപാനത്തിൻ്റെ വിപത്തിനെ കുറിച്ച് പറയുന്നൊരു പിന്നെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയത്തില്ല കേട്ടോ, പണ്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതായത് എന്നെ പോലുള്ള മദ്യപാനിയായ പിതാവ് കുടുംബത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു. ഇത് ഞാൻ എപ്പോഴും കേട്ടിട്ട് അച്ഛൻ എന്തായാലും ഈ വാക്ക് കൊണ്ടങ്ങ് അഡ്വൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ശത്രു എന്ന് മാത്രം പോരാ, ബാക്കിയും കൂടി ഇച്ചിരി ചേർക്കണമല്ലോ. അന്ന് എൻ്റെ ചേച്ചിയും അണ്ണനും ഒക്കെ 5ാം ക്ലാസ് കഴിഞ്ഞു. അന്ന് 5ാം ക്ലാസ് ആകുമ്പോഴത്തേന് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പഠിക്കാൻ തുടങ്ങും. അത് ഹേ എന്നൊരു വാക്കുണ്ട്, ഹേ മീൻസ് ആകുന്നു, അല്ലയോ? അന്നേരം ഞാൻ അതുകൂടെ ചേർത്ത് അച്ഛൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേന്, ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു, മദ്യപാനിയായ പിതാവ് കുടുംബത്തിൻ്റെ ശത്രു, ഹേ ഹോ പോയി കാറ്റുപോയി. അതോടുകൂടി അച്ഛൻ എനിക്ക് ഒത്തിരി വിളിപ്പേരുകൾ വീണു. എന്നെ മോളേന്ന് വിളിക്കത്തില്ലെന്ന് വെച്ചാൽ അച്ഛനെ അഡ്വൈസ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കാൻ ഭയങ്കര ചമ്മല. പിന്നെ വിളിക്കാൻ റാസ്കലായി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇച്ചിരൂടെ പ്രൊമോഷൻ കിട്ടി, ബ്ലഡി റാസ്കലായി. അതുപോലെ തന്നെ അച്ഛൻ രാവിലെ പോകുമ്പോഴത്തേന് എൻ്റെ അമ്മയ്ക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പാല് കാച്ചിയിട്ട് പഞ്ചസാര ഇട്ട് മുട്ടയിട്ട് കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ ചോദിക്കും, വേറെ പണിയൊന്നുമില്ലയോ? രാവിലെ പാല് കാച്ചി മുട്ട ഇട്ട് കൊടുത്തിട്ട് എനർജറ്റിക് ആയിട്ട് ഈ മനുഷ്യൻ പോവും. പാൻറ്റും ഇൻ ചെയ്ത് പിന്നെ നല്ലോണം ടിപ് ടോപ്പായിട്ടാണ് പോണത്, ഷൂസും ഇട്ട് ഒരു സ്കൂട്ടറിനകത്താണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ സ്കൂട്ടറും ഇല്ല, പാൻറ്റ് ഇൻ ചെയ്തെല്ലാം ഔട്ടായി കിടക്കും, ഷൂസും ഇല്ല. ഏതാണ്ട് ആരെങ്കിലും ഒന്ന് കൊണ്ടാക്കും, കയറി അകത്തോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ ഉപദേശം കൊടുക്കും, ഏതാണ് നമ്മുടെ മദ്യപാനിയായ പിതാവെന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുക്കും. ഞങ്ങൾ 7 മക്കളായതുകൊണ്ട് ഈ ശനിയും ഞായറും എന്നൊരു ദിവസം ഉണ്ടെങ്കിലേ അച്ഛനമ്മമാർക്ക് ഭയങ്കര വെത്തപ്പാടാണ്. ഇതുങ്ങളെ കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. എന്നാൽ ഏതെങ്കിലും എവിടെങ്കിലും ഒന്ന് ഓടിപ്പോ. അല്ല പണ്ടൊക്കെ സ്കൂളിൽ വിടുന്നത് എങ്ങനെയാണ്, ആട്ടമ്പറ്റങ്ങളെ അഴിച്ചു വിട്ടാൽ ഒരു ആട്ടിടെ എന്തെങ്കിലും കൂടെ കാണുമല്ലോ. ഇതൊന്നുമില്ല, എവിടോ പോട്ടെ, രാത്രിയായിട്ട് വന്ന് കയറുമല്ലോ. ഇപ്പോഴാണെങ്കിലും 1 1 മുറിയൊക്കെ ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കും. പക്ഷെ ശ്രദ്ധിക്കാതെ വളരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് സ്ട്രെസ് കൊടുക്കാതെ വളരുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഈ ശനിയും ഞായറും ദിവസം എന്തെന്ന് പറയുമ്പോൾ ഞങ്ങളെ ആസനത്തിന് വിടും. ഈ ആസനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യോഗ കരാട്ടെ ഇല്ലേ, അതുപോലെ ഞങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ട്. അന്നേരം ഞാനും അണ്ണനും എൻ്റെ ചേച്ചിയും കൂടാണ് ആസനത്തിന് പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേനുണ്ട് എൻ്റെ ചേച്ചിക്കും അണ്ണനും കൂടെ ശവാസനമാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഒത്തിരി ടയേർഡ് ആകുമ്പോഴത്തേന് ആ ടയേർഡ്നെസ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശവാസനത്തിൽ കിടത്തും. പക്ഷെ എന്നെ മാത്രം എടുത്ത് തലകുത്തി നിർത്തും, ശീർഷാസനം. ഇങ്ങനെ ഒത്തിരി നാളിങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്നെ മാത്രം എടുത്ത് ശീർഷാസനത്തിലും കിടത്തി, ചേച്ചി അണ്ണനെ എടുത്ത് ശവാസനത്തിലും കിടത്തുകയാണ്. അന്നേരം ഞാൻ ആശാനോട് ചോദിച്ചേ, ആശാനെ എന്നെ മാത്രം ഇങ്ങനെ തലകുത്തി നിർത്തുന്നത്? അതെ, നിന്റെയൊക്കെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെയായിട്ട് മാറിക്കിടക്കുന്ന ബുദ്ധിയില്ലയോ, അതെല്ലാം കൂടെ ആ തലയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തലകുത്തി നിർത്തുന്നത്.
ഓക്കെ, അപ്പോൾ പണ്ടത്തെ കുട്ടിയുടെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര നാച്ചുറൽ പെർഫോമൻസ് ആയിട്ട് തോന്നി. ഭയങ്കര തഗ് ലൈഫ് സ്റ്റോറീസ് ഒക്കെ എന്നോട് പറഞ്ഞത് എല്ലാം ജീവിതത്തിൽ നിന്ന് അടുത്ത. തീർച്ചയായിട്ടും ഞാൻ കള്ളത്തരം പറയാറില്ല. എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ കള്ളത്തരം പറയേ ചെയ്യരുതെന്ന്. ഓക്കെ, രമേശ് ചേട്ടാ, ഇന്നസെന്റ് സർ. ഞാനും അങ്ങനെ തന്നെയാ. എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്, നീ കള്ളത്തരം പറയരുത്, സത്യം പറയരുത് എന്ന് പറഞ്ഞു. അല്ല, എന്തായാലും സുശീല ടീച്ചർ വളരെ നന്നായി പെർഫോം ചെയ്തവര്. അതെ, ഇത് സുശീല ടീച്ചറൊക്കെ വരിക എന്നുള്ളതാണ് പ്രധാനം. വരിക, അതിനകത്ത് പറ്റുന്ന ചില ഓർമ്മകളും, യോഗ പഠിക്കാൻ പോയ കഥയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഒന്ന് രണ്ട് ഓർമ്മകൾ എനിക്കുണ്ടായിരുന്നു. അതായത് ഈ അച്ഛൻ കുടിക്കുന്നു എന്ന് അമ്മൂമ്മയോട് പറഞ്ഞപ്പോ അവൻ പണ്ടേ അങ്ങനെ എന്ന് പറയുന്നുണ്ടല്ലോ. പണ്ടേ അങ്ങനെ എന്ന് പറഞ്ഞാൽ ചില ആള് ശരിയല്ല എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ കണ്ടത്, ഞങ്ങളുടെ അടുത്തൊരു പുള്ളി മരിച്ചു പോയിട്ട് പുള്ളിക്ക് ബലി ഇട്ടുകൊണ്ടിരിക്കുക. ബലി ഇട്ടിട്ട് കാക്ക വന്ന് വിളിക്കണമല്ലോ. അപ്പൊ ഒരു കാക്ക മരത്തെ വന്നിരിപ്പുണ്ട്. എന്തോരം കൈയടിച്ചിട്ട് ഈ കാക്ക വന്നില്ല. കുറെ നേരം ഇവര് തിരുമേനി പുള്ളിയും കൂടെ വിളിക്കുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബന്ധുവായിട്ട് എന്നൊരു പുള്ളി പറയാ, വല്യച്ഛൻ പണ്ടേ അങ്ങനെ പിന്നെ വരുള്ളൂന്ന്. മരത്തിരിക്കണ കാക്കേനെ നോക്കിയിട്ട് പറഞ്ഞതാ. അതുപോലെ ഈ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ സ്കൂളിൽ പോകുമ്പോ ഒരിക്കൽ ഞങ്ങളുടെ അടുത്തൊരാളുണ്ട് ഇതേപോലെ, രാവിലെ വലിയ പെർഫെക്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഷർട്ടിന്റെ ബട്ടൺസ് മുഴുവൻ അഴിച്ചിട്ടിട്ട് ഓടും. ഇതിങ്ങനെ പുറകോട്ട് പറക്കുമല്ലോ ഷർട്ട്, രജനീകാന്ത് നടക്കണമല്ലേ. ഇതിങ്ങനെ പറപ്പിച്ചിട്ട് ഒരു ഓട്ടം ഉണ്ട് എനിക്ക് സ്കൂളിലോട്ട്. ഒരു കയ്യിലൊരു ബുക്കും പിടിച്ച് ഇതിങ്ങനെ കാറ്റ് പറപ്പിച്ചോടുമ്പോ ഇയാൾ പിടിച്ചു നിർത്തി നമ്മുടെ ബട്ടൺസ് ഒക്കെ ഈ പുള്ളി പിടിച്ചിട്ട് തരും. മര്യാദയ്ക്ക് പോകണം, പഠിക്കാൻ പോകണം, പിള്ളേര് ഷർട്ടിന്റെ ബട്ടൺസ് ഇടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇട്ട് തന്നിട്ട് പുള്ളി വിടും. വൈകുന്നേരം സ്കൂൾ വിട്ട് നമ്മൾ വരുമ്പോ പുള്ളി ഷർട്ടും ഇല്ല മുണ്ടും ഇല്ലാണ്ട് കാണാൻ കിടപ്പുണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് വേണം എല്ലാ ദിവസവും. രാവിലെ പുള്ളിയുടെ മുന്നിൽ പോയാൽ പുള്ളിയെ പോലെ ഒരു പെർഫെക്റ്റ് മനുഷ്യനില്ല. വൈകുന്നേരം വരുമ്പോൾ പുള്ളി ഏതെങ്കിലും കാണാൻ സുഖമായിട്ട് സൈഡിൽ പേര് കാര്യം കൂടെ ഉണ്ട്. പുള്ളി സന്തുഷ്ടന. അതായത് കള്ളു കുടിച്ചിട്ട് ചീത്ത വിളിക്കുക, പരാതി പറയുക, ഒന്നുമില്ല. എവിടെയും കിടന്ന് ചിരിച്ചോണ്ട് പിള്ളേർ ഉറക്കത്തിൽ ചിരിക്കുന്ന പോലെ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടപ്പുണ്ടാവും. അപ്പൊ ഞാനെനിക്ക് പുള്ളിക്കാരൻ്റെ ഭാര്യയോട് പറഞ്ഞു, പുള്ളി കള്ളു കുടിക്കുമെങ്കിലും പുള്ളി ഒരു ഹാപ്പി മനുഷ്യനാണ്. കുറച്ച് ആളുകൾക്ക് ഇപ്പുറം പുള്ളി ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് ബോധം കെട്ട് കിടക്കുമ്പോ കള്ളു കുടിക്കാനായിട്ട് സ്വപ്നം കണ്ട് ചിരിക്കുന്നതാണ്. വളരെ നല്ല അഭിപ്രായങ്ങളാണ്, കമന്റ്സ് ആണ് സുശീല ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു. ടൈം വേർഷൻ 2.0 നെക്സ്റ്റ് സെഗ്മെന്റ് ആയ എക്സലൻസ് അവാർഡിലേക്കാണ് കടക്കുന്നത്. ഈ സെഗ്മെന്റിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന കലാകാരൻ നിരവധി ചിത്രങ്ങളിലും ടെലിവിഷൻ പരിപാടികളിലും സ്റ്റേജ് ഷോകളിലും നർമ്മത്തിന് ഏറെ പ്രാധാന്യം നൽകിയുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഹാസ്യ കലാകാരൻ, നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ ഏലൂർ ജോർജ്. സ്വാഗതം. സ്വാഗതം. നമസ്കാരം ഇന്നസെന്റ് ചേട്ടാ. നമസ്കാരം. വിശാരടി നമസ്കാരം. ജോർജ് ചേട്ടന് വലിയ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അതെ, ഈ ഡയാന പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ പറയാന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് മേഖലയിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും നിരവധി സിനിമകൾ, സ്റ്റേജ് ഷോകൾ, ടിവികൾ എന്നൊക്കെ പറഞ്ഞ അതൊന്നും അല്ല, അതുക്ക് മേലെയാണ് ജോർജ് ചേട്ടൻ എന്ന് പറയുന്ന ആള്. അതായത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആദ്യത്തെ ഗൾഫ് ഷോ, അതിൽ അന്ന് ഒരേ ഒരു മിമിക്രിക്കാരനെ കൊണ്ടുപോയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന്. കാരണം അന്ന് കേരളത്തിൽ ഇത്രയും പോപ്പുലറായ വേറൊരു മിമിക്രിക്കാരനില്ല. 87 ഇന്നസെന്റ് ഉണ്ടായിട്ടില്ലേ? ഞാൻ എത്ര വർഷമായി ഇപ്പോ? 34 വർഷം. 34 വർഷം മുമ്പാണ്. അന്ന് പലരും ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവില്ല. ഞാനൊന്നും ജനിച്ചിട്ടില്ല. അന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്യുന്ന ആ പ്രോഗ്രാമിന് ഭയങ്കരമായ കയ്യടിയും ബഹളമൊക്കെയാണ്. ഞാനൊക്കെ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, കുറച്ചെങ്കിലും എനിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ. അത്രയും ഗംഭീരമായിരുന്നു ആ സമയത്ത്. അതിൽ ഒറ്റയ്ക്ക് പോയിട്ടപ്പോ എന്തായിരിക്കും ജോർജ് ചേട്ടാ കാണിക്കുന്നത്? ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാല് പ്രോഗ്രാമിന് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാരഞ്ജനിയും കൽപ്പന തമ്മിലുള്ള ഒരു സ്കിറ്റായിരുന്നു അല്ലേ ഏട്ടാ? അത് മൈക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് കർട്ടൻ ഇട്ടു ഫസ്റ്റ് സ്റ്റേജിൽ അൽനാസറിൽ. ഓർക്കണല്ലേ ചേട്ടൻ? അറിയാം. എന്നിട്ട് പിന്നീട് എങ്ങനെ തുടങ്ങുമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിമിക്രിയിൽ തുടങ്ങാൻ കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളാന്തി പോയി. കാരണം ഇത്രയും ജനം നിൽക്കുന്ന സമയത്ത്. അതിന്റെ പേര് നരബലി എന്നാണ്. ഇത്ര ആർട്ടിസ്റ്റുകൾ, വലിയ ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോ ചില സമയത്ത് എന്തെങ്കിലും മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഷോ നിർത്തിയ ശേഷം രണ്ടാമത് തുടങ്ങാനായിട്ട് നീ ചെന്ന് കേറിക്കോന്ന് പറഞ്ഞ് നമ്മളെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്
ഒരാൾ പാടുന്ന ഒരാളാണെന്ന് വയ്ക്കാം. അപ്പൊ അയാൾക്ക് അയാളുടെ ഉള്ളിലുണ്ടാവും ഈ പാട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ എന്താ, ഇയാളുടെ സംഭവം തെറ്റിയാലും നമുക്കും അറിയില്ല. ഒരാൾക്കും ഒരു പിടിയും കിട്ടില്ല. കാരണം എന്ത് കാണിച്ചാലും അത് ഓക്കെയാണ് നമുക്ക്. കാരണം നമുക്ക് അതിന്റെ എന്തെങ്കിലും അറിയണ്ടായി. അങ്ങനത്തെ ഒരു സാധനമാണ് അന്ന് ജോർജ് കൊണ്ടത്. മാത്രമല്ല അതിൽ ജോർജ് ഗംഭീരമായിട്ടാണ് അന്ന് ചെയ്തത്. അത് സ്റ്റാർട്ടിങ്ങില് മറ്റേ കൗസല്യ സുപ്രഭാതം അതിലായിരുന്നു ഞാൻ അത് റീഎൻട്രി ചെയ്യാൻ. ഈ ദിലീപേട്ടനെ നാദിഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതോ നാദിഷയ്ക്ക് ഫീൽഡിൽ കൊണ്ടുവന്നതോ അങ്ങനെ എന്തൊക്കെയായിട്ടൊരു പരിപാടികളില്ലേ ജോർജ് ചേട്ടന്? നാദിഷനെ ഫീൽഡിൽ കൊണ്ടുവന്ന, അതായത് നാദിഷയുടെ ഒരു ഗുരുവാണ് ഞാനും രമേശ് കുറുമശ്ശേരിയും. ഒരു നിമിത്തമായി, ഒരു നിമിത്തമാണത്. ദിലീപ് ഹരിശ്രീയിൽ വരാനുള്ള കാരണക്കാരൻ ഒരു നിമിത്തമായത് ഞാനാണ്. അതെ, പക്ഷെ അല്ല, ദിലീപേട്ടന്റെ ഒരുമിക്ക പടങ്ങളിലും അതുകൊണ്ട് ജോർജ് ചേട്ടൻ ഒരു ഷോട്ടിലെങ്കിലും ജോർജ് ചേട്ടൻ ഉണ്ടാവും. നമ്മൾ അമേരിക്കയിൽ പോകുമ്പോൾ ആരൊക്കെ ആയിരുന്നു? അമേരിക്കയില് ഇന്നസെന്റ് ചേട്ടന്റെ ട്രിപ്പ്, ഇന്നസെന്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കോർഡിനേറ്റർ ഞാനായിരുന്നു. അപ്പൊ ഇന്നസെന്റിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് അമേരിക്കയിൽ ഒരു ട്രിപ്പിന് പോയിട്ട് വരാം, നീയല്ലേ വിളിക്കണത്, ഞാൻ വരാടാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ടൂറായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നസെന്റിന് വന്നു. അന്ന് എന്റെ ഭാഗ്യത്തിന് എന്റെ വൈഫും മകനും അതിനകത്ത് വരാൻ സാധിച്ചു. എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും ഇയാളുടെ പോലെ തന്നെയുള്ള ആളാണ്. നല്ല വലിയ ആളാ ഞാൻ. ഈ പിഷാരടി ഇവിടെ ഇരുന്ന് ഇവരുടെ അടുത്ത് കാണിക്കുക നോണയാ. നീ പറ, ഞാൻ കാശ് എന്നിട്ടല്ലോ നീ പറയണേ. കാശ് എന്നിട്ടല്ല പറയണത്. ഒക്ടോബറിൽ ഞങ്ങൾ അമേരിക്കയിൽ ഷോ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ചേട്ടാ എൻ്റെ മോന് ആ വിദ്യാരംഭം കുറിക്കാനായിട്ട് ഹരിശ്രീ എഴുതിക്കണം, ചേട്ടൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അപ്പൊ ചേട്ടന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അതെന്താ പറഞ്ഞത്, ചെയ്യിപ്പിക്കരുത്. കാരണം ഈ മനുഷ്യന് 8ാം ക്ലാസ് വരെയുള്ളൂ. ഓരോ ക്ലാസ്സിൽ 3 കൊല്ലം വീതം തോറ്റ ആളാണ്. എന്തിനാ ജോർജ് നീ നിന്റെ മകന്റെ ഈ ജീവിതം പന്താടണെന്ന് ചോദിച്ചു. ജോർജിന് പ്രാന്തണ്ടോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുക്ക പറയാ, ആ ഹരിശ്രീ എഴുതിക്കുന്ന അക്ഷരം ഇന്ന് രാത്രിയെങ്കിലും ഇരുന്ന് എഴുതി പഠിക്കാൻ എന്റെ അടുക്ക. ഇവൾക്കറിയില്ല ഞാൻ ആരാണെന്നുള്ളത്. പക്ഷെ എനിക്കറിയാമായിരുന്നു ചേട്ടൻ ആരാണെന്ന്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ കൂടെ ചെയ്യിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്റെ മോൻ വായെടുത്ത കൗണ്ടറാണ് വീട്ടില്. ഭയങ്കര തമാശയാണ്. മതിയല്ലോ, വിദ്യാഭ്യാസം കുഴപ്പമില്ല. ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ആദ്യത്തെ സീസൺ ഉദ്ഘാടനം ചെയ്ത ഇന്നസെന്റ് ചേട്ടനാ. അതിപ്പോ 2 സീസണായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് ചെറിയ ആളല്ല ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ന് കാലത്ത് ഇവിടെ ഉണ്ടായ സംഭവം ഞാനാണ്. ഇത് ഈ ഫ്ലോർ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഞാൻ വലതുകാല് വെച്ച് ഇയാളൊക്കെ എത്ര സന്തോഷത്തോടെ എന്നെ കയറ്റിക്കൊള്ളുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് എന്താന്ന് വെച്ചാല് കേറിയ വഴിക്ക് ഇവിടുത്തെ കറണ്ട് പോയി. അപ്പൊ ഇയാളെ എന്റെ മുഖത്തേക്ക് നോട്ടം നോക്കി, ബെസ്റ്റ് ആളെ ഞാൻ കൊണ്ടുവന്നു. അതുമല്ല, ഈ ജോർജ് ചേട്ടനെ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് അല്ലാത്തപ്പോഴെങ്കിലും ജോർജ് ചേട്ടൻ ഇതിന്റെ സംഘാടനം, ജോർജ് ചേട്ടൻ ആരെങ്കിലും ഒക്കെ എപ്പോഴും പുതിയ പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെ നമ്മളോട് പറയും. ജോർജ് ചേട്ടന് എപ്പോഴും ജോർജ് ചേട്ടന് വേണ്ടി മാത്രമല്ല, ജോർജ് ചേട്ടൻ എപ്പോഴും പറയും, എടാ അവിടെ ഒരു പയ്യനുണ്ട്, നല്ലതാണ്, അവന് അവസരം കൊടുക്കണം, ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ ഗുരുവായിട്ടുള്ള ഒരുപാട് പേരെ കലാഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജോർജ് ചേട്ടൻ എന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രതിഫലം ഒരിക്കലും പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കരുത്. ഇന്നൊന്നും തരുന്നില്ല. വേണ്ട. ജോർജ് ചേട്ടൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും കേട്ടിട്ടുള്ളതാണെങ്കിലും 1987 ഒരു സന്ധ്യ സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന് ഒരു സ്റ്റേജ് ഷോയെ പ്രകമ്പനം കൊള്ളിച്ച ജോർജ് ചേട്ടന്റെ 2 പ്രകടനങ്ങൾ ഇവിടെ കണ്ട വളരെ സന്തോഷമായിരുന്നു. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ കലശാസ്തുനാ ത്രൈലോക്യം മംഗളം കുരു ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഇതിൽ കുറെ തെറ്റൊക്കെ ഉണ്ടാവും. ഞാനതിങ്ങനെ കേട്ട് പഠിച്ചതാണ്. അമ്പലത്തിൽ തന്നെ കേട്ട് വെളുപ്പിനൊക്കെ കേട്ട് പഠിക്കണാണ്. അപ്പൊ അത് വരികളൊക്കെ തെറ്റാണ്. അത് നമ്മള് 2021-ലും 2022-ലും ഒക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇത് 87-ലെ കാര്യമാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. തന്നെ കണക്കാക്കിയാൽ മതി, അല്ലാണ്ട് വലിയൊരു സംഭവമായിട്ടല്ല. പക്ഷെ തബല ഇന്ന് പൊളിക്കും. അയ്യോ, അതൊക്കെ വേണം. ഇനി വേണം. സക്കീർ ഹുസൈൻ തബലയിൽ വായിച്ചൊരു ജതി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ.
താങ്ക് യു ഇതൊക്കെ നമ്മള് മൈഡിയർ കുട്ടിച്ചാത്തൻ ദൂരദർശനിൽ കാണുന്ന പോലെയാണ്. അതായത് ഒരു 10-30 സൗണ്ട് വെച്ചിട്ട് സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കേണ്ടത് നമ്മൾ ടി വി കൂടെ കേൾക്കുമ്പം അത്രയൊക്കെ തന്നെ ഉള്ളു. പക്ഷെ ഞാൻ ഇതൊക്കെ നേരിട്ട് ഒരുപാട് കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഗംഭീരമായിട്ടുണ്ട് ജോർജ് ചേട്ടാ, സൂപ്പറായി. ഇതിൽ മൃദംഗത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നിന്ന് ചേട്ടാ ഒന്നും കൂടി ഒരു 4 ലൈൻ ആരെങ്കിലും പാടയുടെ എന്റെ കൂടെ വായിക്കാൻ വരുന്നത്. ഡയാന, എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല, പക്ഷെ എന്താ ഞാൻ ട്രൈ ചെയ്യാം. അടിപൊളി. സ്വാമിനാഥ പരിപാലയാശുമാ, സ്വാമിനാഥ പരിപാലയാശുമാ, മല്ലീശ ഗുരുകുല ശിവദേശ സ്വാമിനാഥ പരിപാലയാശുമാ. ഗംഭീരമായി. പക്ഷെ 2022 നിന്നുകൊണ്ട് 87 സ്വാമിനാഥ പാടിയ ഡയാനയാണ് സമ്മതിക്കേണ്ടത്. ജോർജ് ചേട്ടന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള കഥകളുണ്ട്. നമ്മൾ ഉൾപ്പെടെയൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ജോർജ് ചേട്ടൻ ഒരു സ്റ്റോക്ക് തീരാത്ത 1 പറഞ്ഞ് 2 പറഞ്ഞ് 3-ാമത്തേന് ഇത് പറയുന്നതും ഒപ്പം ഈ കഥകളെക്കാളും നമ്മൾ അപ്പോൾ ഉള്ള സന്ദർഭത്തിൽ നിന്നെടുത്ത് കൗണ്ടർ പറയുന്ന കാര്യത്തില് ജോർജ് ചേട്ടന് ഒരു രക്ഷയില്ല. അത്ഭുത കൗണ്ടറുകൾ പറയുന്ന ആളാണ്. ജോർജ് ചേട്ടാ, വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലെത്തിയിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹോപഹാരമുണ്ട് ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 എക്സലൻസ് അവാർഡ് ജോർജ് ചേട്ടന് കൈമാറാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുവാണ്. രമേശ് ചേട്ടാ, പ്ലീസ്. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിൽ ജോർജ് ചേട്ടനാണ് ഇന്ന് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയത്. ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു. ആ കഥകളുടെ തുടക്കം 87 വിദേശയാത്ര ഇന്നസെന്റിന്റെ ഒക്കെ ഒപ്പം പോയപ്പോൾ തൊട്ടുള്ള കഥകൾ പറഞ്ഞു. ദിലീപേട്ടന്റെയും നാദൃഷിക്കയുടെയും ഒക്കെ തുടക്കകാലത്ത് ഒരുപാട് അനുഭവ കഥകൾ പറഞ്ഞു. ഇന്നും ജോർജ് ചേട്ടൻ വളരെ സജീവമായി ഒരുപാട് കലാകാരന്മാർക്കൊപ്പം ഒരുപാട് സിനിമകളിൽ വ്യക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരാളാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ജോർജ് ചേട്ടൻ. അദ്ദേഹം ഈ പറഞ്ഞ അന്ന് കാലത്ത് അദ്ദേഹം ആദ്യമായി പോയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ഇന്നസെന്റ് ചേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ആദരവ് നൽകാൻ പറ്റുന്നത് വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഇനിയും മലയാളികളെ ഒരുപാട് നല്ല നർമ്മങ്ങളിലൂടെ ചിരിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ ജോർജ് ചേട്ടനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഉപഹാരം സമർപ്പിക്കുന്നു. തമാശകളും പൊട്ടിച്ചിരികളും കൊണ്ട് നിറഞ്ഞ വർണ്ണപ്പകിട്ടാർന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമേഴ്സ് നമുക്ക് തിരഞ്ഞെടുത്താലോ? ഓക്കെ, ഇന്നത്തെ പെർഫോമേഴ്സ് ഞാൻ ആദ്യമായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം കനകരാജൻ ആൻഡ് സുശീല ദേവി. രണ്ടുപേർ സുശീല ദേവി ടീച്ചർ, ഒപ്പം കനകരാജ്. രണ്ടുപേരും തുറന്നു സമ്മതിച്ചതും പറഞ്ഞതുമായ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദിയിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരത്തരത്തിൽ ആദ്യമായ ഒരു വേദിയിൽ വന്നു നിൽക്കുമ്പോൾ തന്നെ അതിനകത്തൊരു മത്സരത്തിന്റെ സ്വഭാവം നമ്മൾ കാണാനേ പാടില്ല, നമ്മൾ ചിന്തിക്കാനേ പാടില്ല, അമിതമായി അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അവരുടെ ആ ശ്രമത്തിനാണ് ഇന്നത്തെ ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത്, ഇന്നത്തെ ഏറ്റവും വലിയ കയ്യടികൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഈ പരിപാടി ഒരു മാർക്കിടുന്ന പരിപാടിയല്ല. ഒരാൾ വിജയിച്ചയാളും ഒരാൾ പരാജയപ്പെട്ടയാളുമല്ല. എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ തുലവന്മാരാണ്. ഒരല്പം കൂടുതൽ തമാശകൾ ഇന്ന് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ് നോക്കുന്നത്. രണ്ടുപേരും ഒരുപാട് നല്ല തമാശകൾ നമുക്ക് വേണ്ടി പറഞ്ഞു. രണ്ടുപേരും അവരവരുടെ ജീവിതത്തിൽ നിന്നുള്ള കഥകളും തമാശകളുമാണ് നമ്മളോട് ഇന്നിവിടെ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ ഒരു ചെറിയ രീതിയിൽ ചില തമാശകൾ അവതരിപ്പിച്ചതിലും പ്രകടനം കാഴ്ചവെച്ചതിലും എനിക്ക് കൂടുതൽ മികച്ചതായി നിന്നിട്ടുള്ളത് കനകരാജ് ചേട്ടനാണ്. കനകരാജ് ചേട്ടനെ ഇന്നത്തെ എപ്പിസോഡിന്റെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കും.